റാഗിംഗ് കോളേജിൽ ആദ്യമായി ചെന്നു കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി ചിന്ത. ഒട്ടേറെ സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും കൂട്ടിക്കെട്ടി നാളെ എന്ന സ്വപ്നവുമായിട്ടാണ് എല്ലാവരും പഠിക്കാൻ പോകുന്നത്. എന്നാൽ റാഗിംഗ് എന്ന ദ്രോഹപ്രവർത്തി കാരണം ജീവിതം തന്നെ ഇല്ലാതാക്കിയവർ ഏറെയാണ്. ലോകത്ത് പലയിടങ്ങളിലും റാഗിങ്ങിന്റെ പല രൂപങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും നിത്യം തുടരുന്ന ഒരു ക്രൂരതയും കൂടിയാണിത്. ഇതിനെതിരെ കർശനമായ നിയമങ്ങളുള്ള നാട് കൂടിയാണ് നമ്മുടേത്. എന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയുവാനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരതകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികൃതർ പ്രത്യേക ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. റാഗിങ്ങിനെതിരെ ബോധവത്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് വൈപ്പ്. ഇതൊക്കെ ഉണ്ടായിട്ടും ജൂനിയർ വിദ്യാർത്ഥികൾ അതിക്രൂര പീഡനങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്നു എന്നതാണ് ദുഃഖകരമായ വസ്തുത. കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ്. ഇത്രയും ക്രൂരത സഹപാഠികളോട് കാണിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ആരും ചിന്തിച്ചു പോകും. കേസുമായി ബന്ധപ്പെട്ട 5 സീനിയർ വിദ്യാർത്ഥികളെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്ക് പുറമെ മറ്റാരെങ്കിലുമൊക്കെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. റാഗിങ്ങിനെ കുറിച്ച് അറിവുണ്ടായിട്ടും ഉത്തരവാദപ്പെട്ടവർ കണ്ണടച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത വിധം വിദ്യാർത്ഥികളെ ദ്രോഹിച്ച മുഴുവൻ പേരും നിയമപ്രകാരമുള്ള കർശന നടപടികൾക്ക് വിധേയരാവേണ്ടതുണ്ട്. നഴ്സിംഗ് കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റലിലായിരുന്നു കഴിഞ്ഞ നവംബർ മുതൽ പൈശാചികമായ റാഗിംഗ് നടന്നുകൊണ്ടിരുന്നത്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ കെട്ടിത്തൂക്കുക, സൂചി ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് വരഞ്ഞ് മുറിവുണ്ടാക്കിയ ശേഷം മുറിവുകളിൽ ലോഷൻ ഒഴിക്കുക, വേദനയെടുത്ത് പുളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ച് പിടിപ്പിക്കുക തുടങ്ങിയ ക്രൂര കൃത്യങ്ങളാണ് റാഗിംഗ് വീരന്മാർ നടത്തിയിരിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളെ കാണുമ്പോൾ സല്യൂട്ട് നൽകിയില്ലെങ്കിൽ അസഭ്യം പറയുക, കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുക, മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുക തുടങ്ങി പലവിധ പീഡനങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് അവരെ ഭയപ്പെടുത്തിയിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട്. കട്ടിലിൽ കെട്ടിയിട്ട് ശരീരം മുഴുവൻ ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നത് പോലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഇരകൾ വേദന കൊണ്ട് പൊളയുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റാഗിങ്ങുകാരെ ഭയന്നാണ് ഇതുവരെ ആരും ഒന്നും പുറത്തു പറയാതിരുന്നു അത്രേ. ഓരോ ദിവസവും അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ മാതാപിതാക്കളെ പോലും ഇരകൾ അറിയിച്ചില്ല. പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇരകളായ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകത്തോട് പറയുന്നതും. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 2ാം വർഷ BVSC വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ പിന്നീട് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ട് 1 വർഷം ആയതേയുള്ളൂ. ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ കാണുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 18-നാണ്. ഒരു സംഘം സീനിയർ വിദ്യാർത്ഥികളുടെ മൃഗീയമായ റാഗിംഗ് സിദ്ധാർത്ഥനെ ശാരീരികമായും മാനസികമായും തളർത്തുകയായിരുന്നു. 100ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കവേ പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി മർദ്ദിക്കുകയും ചെയ്തുവത്രേ. ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നും 3 ദിവസം വെള്ളവും ഭക്ഷണവും നൽകിയില്ലെന്നും പറയുന്നുണ്ട്. ഇനിയൊരാൾക്കും സിദ്ധാർത്ഥന്റെ ഗതി വരരുതെന്നൊക്കെ അക്കാലത്ത് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. റാഗിങ്ങിനെതിരെ കർശന നടപടിയും അതീവ ജാഗ്രതയും ആവശ്യമാണെന്ന് ഈ സംഭവം തെളിയിച്ചതുമാണ്. പക്ഷേ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആ ജാഗ്രത ഇല്ല എന്നാണ് കരുതേണ്ടത്. അടുത്തിടെ തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത് സ്കൂൾ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നാണെന്ന് പരാതി ഉയർന്നതാണ്. അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനമാണ് കുട്ടി നേരിട്ടതെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്ന പരാതിയിൽ ഏതാനും ദിവസം മുമ്പാണ്. റാഗിംഗ് വിരുദ്ധ സമിതിയൊക്കെ പേരിന് മാത്രമായി പോകുന്നതിന്റെ ഫലമാണ് പലപ്പോഴും ജൂനിയർ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത്. സഹവിദ്യാർത്ഥികളോട് പൊറുക്കാനാവാത്ത ക്രൂരതകൾ കാണിക്കുന്ന മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരു തരത്തിലുള്ള സംരക്ഷണവും അവർക്ക് കിട്ടരുത്.